ടു അനദർ വീഡിയോ. നമ്മളെ എക്സ്പ്ലെയിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, നിങ്ങൾ നോക്കുന്നുണ്ടാവും ഈ ബയോമും വില്ലേജും കാര്യങ്ങളൊക്കെ മാറിയല്ലോ എന്ന്. സോ ഞാൻ റെക്കോർഡ് ചെയ്തായിരുന്നു, ആ വീഡിയോ മിസ്സായി പോയി. എന്താ അറിയില്ല, തീരെ ക്ലാരിറ്റി ഇല്ല, അപ്പോൾ ആ വീഡിയോ ഒഴിവാക്കി. സോ ഏതായാലും ഞാൻ ആ ഒരു ബയോമ് മാറി, ആ ബയോമ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ആ ബയോമ് മാറി നമ്മൾ വേറെ ബയോമിലെത്തി. സോ നമ്മൾ ഇന്ന് നമുക്ക് ബേസ് ഉണ്ടാക്കണം. ബേസ് ഫസ്റ്റ് എപ്പിസോഡ് ബേസ് ഏതായാലും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഏതായാലും വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാൻ മാത്രമില്ല, കുറച്ച് മറ്റേ വില്ലേജുകൾ കുറച്ച് ചെറിയ വില്ലേജറായിരുന്നു. അപ്പോൾ ആ ഒരു വില്ലേജ് ഞാൻ ഒഴിവാക്കിയിട്ട് ഈ ഒരു വില്ലേജ് എടുത്തു. പിന്നെ നമുക്ക് എടുത്ത് നല്ലൊരു ബയോമുണ്ട്. ആ വുഡ് വെച്ചാണ്ട് നമ്മൾ എന്ത് ബിൽഡ് ഉണ്ടാക്കിയാലും നല്ല രസമാണ് കാണാൻ. അപ്പോൾ നമുക്ക് ആ ഇത് വെച്ചാണ്ട് നല്ല ബിൽഡ് ഉണ്ടാക്കാം. സോ ചിലപ്പോൾ നിങ്ങളൊരു ഐഡിയ കാര്യങ്ങളൊക്കെ വെച്ചാണ്ടാവും നെക്സ്റ്റ് എപ്പിസോഡ് ചിലപ്പോൾ വീടുണ്ടാക്കുക. എല്ലാവരും ടൈം കിട്ടുകയാണ്, എൻ്റെ റെക്കോർഡിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ എൻ്റെ സിസ്റ്റം ചൂടാവാതെ നിൽക്കുകയാണെന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ ചെയ്യാം. ഇതാണ് നമ്മളിവിടെ ബേസ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്. നമ്മളിവിടെ നിന്നാണ്ട് സാധനങ്ങൾ സ്റ്റോറേജൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ വരുന്ന വഴിക്ക് ഒരു അയണും കിട്ടി. നമ്മൾ അവിടുത്തെ അയൻകുളത്തിനെ കൊന്നിട്ടാണ് വന്നത്. സോ ഏതായാലും നമുക്ക് ഇന്ന് നൈറ്റാവുണ്ട്. സോ ബെഡില്ല, ബെഡ് പോയി അവിടെ പോയി കിടക്കാം. സോ ഏതായാലും നമുക്ക് ഇന്ന് വീടുണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ ഗാദറിങ് ചെയ്ത് വെക്കണം. അതായത് കുറച്ച് വലിയ വീടെന്നാൽ മതി. അതായത് കുറച്ച് വലിയ വീട് നമുക്ക് സ്റ്റാർട്ടർ ഹൗസാണ് ഉണ്ടാക്കണേ, മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് എപ്പിസോഡ് മുന്നോട്ട് പോണ തുടക്കത്തിൽ തന്നെ നമുക്ക് വീട് വേണമെങ്കിൽ വലുതാക്കാം. അപ്പോൾ ഏതായാലും ഈ എപ്പിസോഡത്തെ കോളെന്ന് പറഞ്ഞാൽ നമുക്ക് വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കണം. ചെറിയൊരു വീടുണ്ടാക്കണം. ഒരു വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കണം ഫസ്റ്റ് തന്നെ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീടുണ്ടാക്കണത് ക്യാൻസൽ ചെയ്തിട്ട് വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കാം. ഇങ്ങോട്ട് നിങ്ങളെ പ്രഡിഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് വീടുണ്ടാക്കാം. നിങ്ങളെന്ന് പറയാത്ത സബ്സ്ക്രൈബേഴ്സ് ഇല്ല, എന്നാലും ഒരു എൻ്റെ വീഡിയോ കാണലുണ്ട്. അവൻ്റെ പ്രഡിഷൻസൊക്കെ വന്നാണ്ട് വീടുണ്ടാക്കാം. പിന്നെ ബ്രോയിൻ്റെ ഓൾഡ് വേർഷൻ അല്ല, ഒരു ബ്രോ കമൻറ്റ് ഇട്ടിരുന്നു, എൻ്റെ ഓൾഡ് വേർഷൻ അല്ല, നമുക്ക് മൾട്ടിപ്ലെയർ കളിക്കാമെന്നുണ്ടെങ്കിൽ കളിക്കാം. നമുക്ക് വേണമെങ്കിൽ ഈ വേൾഡ് തന്നെ സെറ്റ് ചെയ്യാം. എൻ്റെ ഓൾഡ് വേർഷൻ അല്ല, ഞാൻ പ്ലേ സ്റ്റോറിൽ നിന്ന് കയറ്റിയതാണ്. ഓൾഡ് വേർഷൻ അല്ല, ബ്രോൻ്റെ വേർഷൻ ഓൾഡാണോ നോക്കി. ഏതായാലും ഇന്നലെ ഒരു അപ്ഡേറ്റ് വന്നിരുന്നു, ഭയങ്കര ആവശ്യത്തിൽ ഒരു അപ്ഡേറ്റ് വന്നിരുന്നു. ഞാൻ ഇപ്പോഴാണ് കാണുന്നത്, എപ്പോഴാണെന്ന് അറിയില്ല. അപ്പോൾ സോ ഗൈസ്, നമ്മൾ ഇന്നൊരു വില്ലേജർ ബ്രീഡ് നോക്കാം. അപ്പം ഏതായാലും നമുക്ക് ഈ വില്ലേജർ ബ്രീഡ് ഉണ്ടാക്കാനുള്ളത് നോക്കാം. നമുക്ക് വീട് അടുത്ത എപ്പിസോഡിൽ ഇതുപോലെ പ്രഡിഷൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഏതായാലും നമുക്ക് വില്ലേജർ ബ്രീഡ് ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ ഗെയിമിൻ്റെ സൗണ്ട് കൂടുതലാണോ? ഗെയിമിൻ്റെ സൗണ്ട് കൂടുതലാണെന്നുണ്ടെങ്കിൽ സോ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ വോളിയത്തിൻ്റെ കാര്യം ശ്രദ്ധിച്ചില്ല. പിന്നെ അതിൽ മ്യൂസിക്കും നല്ലോണം ഉണ്ട്. ഞാൻ എപ്പിസോഡ് അപ്ലോഡ് ചെയ്തതിൻ്റെ ശേഷമാണ് കണ്ടത്. അപ്പോൾ അത് ഞാൻ ശ്രദ്ധിക്കാൻ പറ്റില്ല. സോ ഏതായാലും നമുക്ക് ഒരു വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കണം. അത് നല്ല ലാഭമുണ്ട്. വില്ലേജർ ബ്രീഡർ നമുക്ക് ഇതിൻ്റെ അടുത്ത് വരട്ടില്ല, കുറച്ചൊരു 50 ബ്ലോക്ക് ലോങ്ങിൽ ഉണ്ടാക്കണം. സോ ഏതായാലും നമുക്ക് ഫുഡും കാര്യങ്ങളൊന്നും ഇല്ല. ഫുഡ് കാര്യങ്ങളൊക്കെ മെലണം കൊണ്ടാണ് ഞാൻ അപ്പോൾ നടക്കണേ. മെലണം കൊണ്ട് ഒരു കാര്യമില്ല. ഗോൾഡൊക്കെ കിട്ടിയാലേ വട്ടക്കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സോ വില്ലേജർ അവിടെ ആകുമ്പോൾ ഏകദേശം നമുക്ക് വീട് ഇവിടെ വരും. അപ്പോൾ വീടിൻ്റെ അടുത്തൊന്നും ഉണ്ടാക്കാതെ കുറച്ച് ലോങ്ങിൽ ഉണ്ടാക്കണം. സോ അവിടെ നിന്നൊരു ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടാക്കിയാൽ പോരെ. ആ ഒരു എന്തൊരു ബിൽഡ് പോലെ ഉണ്ട്. ഫസ്റ്റ് ടൈം ഞാൻ കണ്ടപ്പോൾ ഒരു ബിൽഡ് പോലെ തോന്നി. സോ ഈ ഒരു ഏരിയയിൽ ഉണ്ടാക്കിയാൽ പോരെ, ഈ ഒരു ഏരിയയിൽ സെറ്റ് ചെയ്യാം. സോ ഞാൻ അതിനുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ എന്താ വരുന്നത്. സോ ഏതായാലും ഗൈസ്, നമുക്ക് ഏത് തീമിലാണ് ഇവിടെ ഉണ്ടാക്കണ ബിൽഡെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ കാണിച്ചിരുന്ന വുഡില്ലേ, ആ വുഡിൻ്റെ പേര് ഞാൻ പറഞ്ഞ കോമഡി ആവും, അതുകൊണ്ടാണ് പറഞ്ഞില്ല. ആ വുഡും പിന്നെ ബ്രിക്സ് ഇല്ലേ, സ്റ്റോൺ ബ്രിക്സ്, നമ്മളെ കോബിൾ സ്റ്റോൺ മേക്കിട്ട് ഉണ്ടാക്കുന്ന ബ്രിക്സ്, ഈ ഒരു വുഡും പിന്നെ നമ്മളെ കോബിൾ സ്റ്റോൺ മേക്കിട്ട് ഉണ്ടാക്കണ ബ്രിക്സും അങ്ങനെ വെച്ചാണ്ട് ഉണ്ടാക്കാം. പിന്നെ ഇപ്പോൾ ഏതൊരു ഫാം ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്ലാസും പിന്നെ ആ ഒരു
എന്താണ് ആ ഒരു മരം വെച്ചിട്ടാണ്. അപ്പോൾ അത് മാത്രമല്ല, എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെന്താ, നമ്മൾ ഈ ഹെഡ് ഡ്രോപ്പ് ചെയ്യണ ആ ഒരു മൂഡ് ഉണ്ടല്ലോ, നമ്മളെ സുധിയണ്ണൻ്റെ എക്സ്പ്ലെയിൻ എപ്പിസോഡിലൊക്കെ ഇല്ലേ ഹെഡ് ഡ്രോപ്പ് ചെയ്യണ ആ ഒരു മൂഡ്, അതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സുധിയണ്ണൻ ചെയ്യണ പോലെ നമുക്ക് ആർബർ സ്റ്റാൻഡൊക്കെ ഉപയോഗിച്ചിട്ട് ഇവിടെ ചെറിയ ചെറിയ സ്റ്റോറിയൊക്കെ കൊണ്ടുവരാം. സോ ഏതായാലും ഞാനിപ്പോൾ ഗ്ലാസ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുക്ക് ചെയ്യല്ല സ്മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും കുറച്ച് ഗ്ലാസ് ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫാമിൻ്റെ പരിപാടി തുടങ്ങാം. പിന്നെ ഞാൻ മൈൻക്രാഫ്റ്റ് അത്ര പ്രോ പ്ലെയറൊന്നുമല്ല. സോ ഇതിൻ്റെ ഒപ്പം കളിക്കാൻ താല്പര്യമുള്ളവർ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെന്താ, വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഞാൻ മൾട്ടിപ്ലെയർ എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്, പക്ഷേ ഇന്ന് എൻ്റെ കൂടെ കളിക്കാനില്ല, എനിക്ക് ചടച്ചെന്നൊക്കെ പറയണേ. പക്ഷേ ഏതായാലും ഞാൻ ഇപ്പോൾ സിംഗിളായിട്ടാണ് മൾട്ടിപ്ലെയർ എന്നുള്ള ലെറ്റ്സ് പ്ലേ മൾട്ടിപ്ലെയർ ആയിട്ട് കൊണ്ടുപോകാനാണ് എനിക്ക് താല്പര്യം. അപ്പം എൻ്റെ കൂടെ കളിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരാം. പിന്നെ ഒരുത്തൻ കമൻറ്റ് ചെയ്യും. ഇപ്പോൾ ഏതെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ആ ഗ്ലാസ് സ്മെൽറ്റാണ് നേരം കൊണ്ട് പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. സോ നമുക്ക് ഇവിടെ ഒരു വലിയൊരു ഇതുണ്ട്, ഒരു കടലെന്ന് പറയാൻ പറ്റില്ല, അവിടെ കടലിനോടൊരു ജോയിൻ്റ് ആയ ഒരു പുഴ പോലത്തെ ഒരു സാധനം. സോ നമുക്ക് ഇവിടെ തോന്നുന്ന യുദ്ധങ്ങളൊക്കെ നടക്കണ പോലെ അവിടെ എന്താണ് യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞ് പൊട്ടിത്തെറിച്ച ഒരു ബിൽഡും കാര്യങ്ങളും, പിന്നെ അവിടുത്തെ എന്തെങ്കിലും ക്രെയിനും, പിന്നെ പുതിയ ബിൽഡ് ഉണ്ടാക്കണതായിട്ടും, പിന്നെ തോന്നെ ബോട്ടുകളൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, സ്റ്റോറി പറ്റും. പിന്നെ ഇവിടുത്തെ അങ്ങോട്ട് ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കാൻ പറ്റും. സോ അങ്ങനെയൊക്കെ പറ്റും. പിന്നെ ഇവിടെ ഒരു ഫാം വന്നാൽ ബോറാവുമെന്ന് എനിക്കറിയില്ല. സോ ഇതൊരു ടെമ്പററി ഫാമാവും നമുക്ക് എന്താ അയൺ ഫാമൊക്കെ ഉണ്ടാക്കാനും വേണ്ടി. പിന്നെ നമ്മൾ എന്താണ് ഡ്രാഗനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടുമല്ലോ ലൈറ്റർ, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഞാൻ വന്ന പോലെ ചെയ്യാം. പക്ഷേ ഇത് കുറച്ച് ടൈം എടുക്കും. പിന്നെ ഞാൻ മൈനിങ്ങിന് നമ്മൾ അവിടെ ഒരു കുഴി ഉണ്ടാക്കി വെച്ച്, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ അവിടെ ഒരു കേവ് ഞാൻ കണ്ടിരുന്നു. പിന്നെ അടുത്തെവിടെയെങ്കിലും നല്ല കേവ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഞാൻ ഈ അങ്ങോട്ട് പോവാത്ത ഇത് വില്ലേജർ എക്സ്പ്ലോർ ചെയ്യാത്ത ഇവിടുത്തെ സ്മെൽറ്റ് ആയതുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ്. പിന്നെന്താ, ഞാൻ ഇവിടുന്ന് സ്മെൽറ്റ് ആവാനും വേണ്ടിയാണ്ട് ഇവിടുന്ന് കുറച്ച് വെള്ള വുഡ് എടുത്ത്, വെള്ള വുഡ് എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ വുഡ് വലിയ വുഡാകുമ്പോൾ ഇങ്ങനെ തോന്നെ മരകഷ്ണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കും. അപ്പോൾ വെട്ടാൻ തോന്നെ ടൈം എടുക്കും, വുഡിൻ്റെ എണ്ണം കുറയും. അപ്പോൾ വെള്ള വുഡ് എടുക്കാണ്ട് വെട്ടിയാൽ വെള്ള വുഡ് ഇങ്ങനെ മാത്രം സ്പോൺ ആവുള്ളൂ, അങ്ങനെ തോനെ വലിയ മരമായിട്ട് സ്പോൺ ആവില്ല. അപ്പോൾ സോ ഈ ഒരു സ്ഥലത്ത് വീട് വെക്കാനുള്ള ഒരു പ്രഡിക്ഷന് നല്ലതാണോ എന്ന് എനിക്കറിയില്ല. സോ നിങ്ങൾ കമൻറ്റ് ചെയ്യും. എല്ലാതുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്നാണ്ട് പോയിട്ട് മാറ്റും. ഫസ്റ്റ് നമുക്ക് ചെറിയ വീട് ഉണ്ടാക്കാം. സോ ഏതായാലും അത് സ്മെൽറ്റായിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരാം. സോ ഗൈസ്, നമ്മളെന്ത് ചെയ്ത് കുറച്ച് പൊട്ടാറ്റോ കുക്ക് ചെയ്തിട്ട് ഗ്ലാസും കാര്യങ്ങളൊക്കെ ഇവിടെ ആയി ഫുൾ ആയിക്കൊണ്ടിരിക്കുന്നു, മുക്കാൽ ഭാഗമായി. അത് മതി, നമുക്ക് ആവശ്യമുള്ളതൊക്കെ കഴിക്കണേ. സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ആ ഫാം പോയി ബിൽഡ് ചെയ്യാം. ഫാം ബിൽഡ് ചെയ്യാൻ കുറച്ച് എന്താണ് സീഡിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. നല്ല സീഡ് കുറവാണ്. പിന്നെ 2 വില്ലേജസ് ആവശ്യമുണ്ട്. പിന്നെ ഇത് വില്ലേജസിൻ്റെ അടുത്തല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും നോക്കാം, നമുക്ക് വർക്കായാൽ മതിയായിരുന്നു. അവിടുത്തെ വില്ലേജസ് ഇവിടെ ലിങ്ക് ആവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. സോ ഏതായാലും ഇത്രയും സാധനങ്ങൾ നമ്മൾ പക്കാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഉണ്ടാക്കണം. ഇവിടെ കുറച്ചും കൂടി ഗ്രൗണ്ട് ലെവലാണ്. സോ വൈസ് ഈ ഒരു വിചാരിച്ചിട്ട് നമുക്ക് ഇവിടെ ഉണ്ടാക്കാം. അതാകുമ്പോൾ കുറച്ചും കൂടി ലോങ് ആവും വില്ലേജിൽ നിന്ന്. സോ ഫസ്റ്റ് നമുക്ക് മാർക്ക് ചെയ്തിടാം, ഇവിടെ നിന്ന് തുടങ്ങാം. കുറച്ച് അത്യാവശ്യം നല്ല വർക്കിംഗ് ആയ വില്ലേജ് അവിടെ തന്നെ ഉണ്ടാക്കാം. സോ ഇവിടെ പിന്നെ വില്ലേജർ ഫാം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു വില്ലേജ് ക്രിയേറ്റ് ആയി. വില്ലേജ് ക്രിയേറ്റ് ചെയ്താൽ പിന്നെ ഇവിടുന്ന് നമ്മൾ നെക്സ്റ്റ് അയൺ ഫാം എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ കുറച്ച് നമ്മൾ ലോങ്ങിൽ നിന്ന് പോകേണ്ടി വരും. അതായത് ഇവിടുന്ന് ലോങ് ഉണ്ടാക്കുന്നില്ല, അതായത് ബേസിൻ്റെ അടുത്തല്ല, നമുക്ക് കടലിൻ്റെ നടുവിലൊക്കെ പോയി ഉണ്ടാക്കാം. അതാകുമ്പോൾ കുറച്ചും കൂടി വർക്കിംഗ് എഫിഷ്യൻ്റ് കാര്യങ്ങളൊക്കെ ആവും. ഒരു മെഗാ അയൺ ഫാം തന്നെ നമുക്ക് ഉണ്ടാക്കാം. നമ്മൾ ഡെത്തായി കഴിഞ്ഞാൽ എന്താണ് റീസ്പോണ്ട് സെറ്റ് ചെയ്യാതെ ഇവിടെയൊക്കെ എന്തിനാ ഞാൻ കുഴിക്കണേ? അയ്യോ, അത് ബോർഡർ കുഴിക്കാൻ വന്നതാ, മാറിപ്പോയി.
ഡെത്തായി കഴിഞ്ഞാൽ നമ്മളൊരു 12,000 ബ്ലോക്ക് അവിടെ നിന്ന് നടന്നിട്ട് വരേണ്ടി വരും. അത് ചടങ്ങാണ്. പിന്നെ കളി ഹാർഡിലാകുമ്പോൾ അത്രയും സോംബീസ് സ്പോണാവുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഹാർഡിലൊക്കെ കളിക്കുന്നത്. ഞാൻ ഇതുവരെ നോർമലിലേക്കാണ് പ്രാക്ടീസിലൊക്കെ കുറച്ചിട്ട് കളിച്ചിരുന്നു. ഇതിലല്ല, നോർമലിൽ ഞാൻ കുറച്ച് കളിച്ചിട്ടുണ്ട്. 2-3 വേൾഡിൽ ഞാൻ നോർമൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ പിന്നെ ബാക്കി പ്രാക്ടീസിലാണ് ഞാൻ തോന്നുന്നത് ചെയ്തത്. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇവിടെ ഇതിട്ട് ബോർഡർ വയ്ക്കാം. നമുക്ക് എല്ലാ ബോർഡറും ഈ വുഡ് ആരോ കണ്ട പോലെ വുഡ് വെക്കാം. സോ ഇങ്ങനെ നോട്ടെ, ഇങ്ങനെ വെക്കണോ അതോ ഈ ഒരു ഇതിലെടുക്കണോ? ഏതാണല്ലേ? ഇങ്ങനെ നോട്ടല്ലേ? ഓ ഇതെന്തെല്ലാം ഇങ്ങനെ ആയല്ലോ. സോ ഏതായാലും ഞാൻ ഇത് ചെയ്യട്ടെ. പിന്നെ നിങ്ങളെ പ്രഡിക്ഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളൊരു നിഗമനം. ഇത് ചെയ്തിട്ട് ഞാൻ ഏതായാലും നിങ്ങളെ കാണിച്ചു തരാം. ഇത് കുറച്ച് ലോങ് ആവും. സോ ഏതായാലും നമ്മളിവിടെ ഫസ്റ്റ് ബോർഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ 4 മുകളിൽ നേരെ മേലൊക്കെ ആക്കി കൊടുക്കാം. അതാണ് കുറച്ചും കൂടി രസം. നമുക്ക് ഈ ഒരു വില്ലേജ്, ഒരു ചെറിയ വില്ലേജ് ഇത് പറ്റി ചെറുതായോ? ഇല്ല, അത് മതി. നമുക്ക് തൽക്കാലത്തിന് ടെമ്പററി ഇത് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഒരിക്കലും സോംബിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട്. ഈ ഭാഗത്ത് ഒരിക്കലും ഇത് ഉണ്ടാക്കാൻ പാടില്ല. ഇത് ടെമ്പററി ആയിട്ട് ഉണ്ടാക്കാം. നമുക്ക് പെട്ടെന്ന് അയൺ ഫാം ഉണ്ടാക്കണം. അയൺ ഫാം ഫസ്റ്റ് അർജൻറ്റാണ്. അയണോണ്ട് കൂടുതൽ യൂസ് ചെയ്യുന്നത്. നമ്മളിനി വേറെ ഫാമൊക്കെ ഉണ്ടാക്കുമ്പോൾ അയണോണ്ട് നല്ല യൂസാണ്. ഇനി നമുക്കൊരു എത്ര ഐറ്റ് വേണം? ഇപ്പോൾ ഒരു ഐറ്റായി 3 ഐറ്റം മതിയോ? ലേസർ 2 ഐറ്റം നോക്കൂലേ ഇതിൻ്റെ ഉള്ളിൽ? ഇത് മതിയോ? നോക്കാം. സോ ഈ ഒരു ഐറ്റിൽ നമ്മൾ ഫുള്ളും ഇതിങ്ങനെ വെക്കാം. ഇതിൻ്റെ ട്യൂട്ടോറിയൽ ലിങ്ക് വേണമെങ്കിൽ ഞാൻ അടിയിലിടാം. പിന്നെ ഡിസൈൻ കാര്യങ്ങൾ ഞാൻ ഇഷ്ടത്തിനാണ്. ഞാൻ പിന്നെ അത്ര ബിൽഡിങ്ങിലൊന്നും എക്സ്പേർട്ട് അല്ല. സോ വെയിറ്റ് ആക്കാം. ഫുഡ് തീർന്നോ അത്ര പെട്ടെന്ന്? അല്ലേ? പിന്നെ എനിക്ക് ചടുപ്പ് പറഞ്ഞാൽ ഇങ്ങനെ സാധനങ്ങളൊക്കെ പോയി വീട്ടാനാണെന്ന് വലിയൊരു ജനങ്ങളുണ്ടാവില്ല. കയറ്റുന്ന വെച്ച് കേൾക്കേണ്ട എടുത്ത് കേവുണ്ട്. സോ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാ മൂലം പിന്നെ അവിടെ പോയി റെഡിയാക്കുന്നത്. സോ ഏതായാലും ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞ് ഈ മൂലൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് ഓക്കെ. സോ ഗൈസ്, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാം. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേറെ ഒന്നുമില്ല. കുറച്ചും കൂടി സബ്സ്ക്രൈബേഴ്സ് 50 സബ്സ്ക്രൈബേഴ്സിന് 200 സബ്സ്ക്രൈബേഴ്സായി. വലിയൊരു സന്തോഷമാണ്. എനിക്കത് വലിയൊരു സന്തോഷമാണ്. ഏതായാലും മാക്സിമം 200 സബ്സ്ക്രൈബേഴ്സിൽ എത്തിക്കാം. നിങ്ങൾ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം അതൊന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ എല്ലാവരും കാണുന്നുണ്ട്, പക്ഷേ 50 അത്ര സംതിങ് ആൾക്കാർ കാണുന്നുണ്ട്, പക്ഷെ ആരും ലൈക്കൊന്നും ചെയ്യുന്നില്ല. പിന്നെ നമ്മളെ ഫുള്ള് സപ്പോർട്ടായ വേറൊരു ബ്രോ ഉണ്ട്. എന്താണ് പേര് ഞാൻ മറന്നു, തൽക്കാലത്തിന് ഞാൻ മറന്നു. ഏതായാലും ഓനാണ് എന്നോട് പറഞ്ഞ കാര്യങ്ങളെന്ത് മൾട്ടിപ്ലെയറും കാര്യങ്ങളൊക്കെ. നമുക്ക് വേണമെങ്കിൽ സെർവറൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് സെറ്റാക്കി കളിക്കാം. സെർവറിൻ്റെ കോസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കാം. അല്ലെങ്കിൽ നമുക്ക് അറ്റർനോസ് വഴി നമുക്ക് ഉണ്ടാക്കാം. സോ നിങ്ങൾ പറ്റുകയാണെങ്കിൽ മാക്സിമം കയറി വരാം. മൈൻക്രാഫ്റ്റ് ഫ്രണ്ട്സിനോടാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായില്ലേ? സോ ഏതായാലും ബക്കറ്റ് വേണമല്ലോ ഇവിടേക്ക് വെള്ളം എത്തിക്കാൻ. ഈ ഒരു തീം രസമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തീം മാറ്റട്ടെ. മേലെ എന്തായാലും ഗ്ലാസ് വെച്ചാൽ നമുക്ക് ഇടിമിന്നലടിക്കുമ്പോൾ ഗ്ലാസ് കിട്ടൂലേ? അങ്ങനെ എന്തോ ഇല്ലേ? പിന്നെ ഞാൻ ഇതാണ് മൊബൈൽ പ്ലെയറാണ്. ഞാൻ മൗസും കീബോർഡും വെച്ച് കളിക്കാണ്. ഗ്ലാസ് തീർന്നു. ഗ്ലാസ് കേട്ടോ,
ഗ്ലാസ് ഇനി പൊട്ടിക്കണം. ഗ്ലാസ് തോന്നെ വേസ്റ്റ് ആയിട്ട് ഞാൻ എല്ലാ ഗ്ലാസ്സും എത്തില്ല. കറക്റ്റ് കുറച്ച് ഇവിടെ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇൻവെൻറ്ററി ഓപ്പൺ ചെയ്യുമ്പോൾ ഒക്കെ കുറച്ച് സ്ലോ ആയി കളിക്കുന്നത്. മനസ്സിലായില്ലേ? സോ ഏതായാലും നമുക്കിവിടെ ഒരു വില്ലേജസിനെയാണ് ഇങ്ങോട്ട് എത്തിക്കട്ടെ. 2 വില്ലേജസിനെ ഇങ്ങോട്ട് എത്തിക്കണം. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇപ്പം തന്നെ ചെയ്യാം. പോയി ഗ്രാഫ്റ്റ് ചെയ്യട്ടെ. പിന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ കഴിയും. സോ ഏതായാലും ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. വേറെ വഴിയില്ല ഗൈസ്. നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? ബക്കറ്റ് ഇല്ലാണ്ട് നമുക്കൊരു പരിപാടി നടക്കില്ല. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഇവിടെ ഒരാളുണ്ട്. അയങ്കോളം ഇവിടെ ഉണ്ടായിരുന്നു. സോനെ കൊന്നിട്ട് വലിയ ബക്കറ്റ് എടുക്കേണ്ടി വരും. ഇതൊക്കെ സെറ്റില്ല. ഇവിടെ ഉണ്ടായിരുന്നു. അവിടെ പോയി ഇവിടെ ലോക്കായി കിടന്നു. നമുക്ക് അവിടെ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ സോംബീസിനെ കൊന്നോ? സോ ഈ ഒരു ഏരിയയിലെറ്റായിരുന്നു ഇതൊക്കെ. വിട്ര അയങ്കളോടെ സോ ഗൈസ് അയങ്കുളത്തിന് ഇവിടെ കാണാനില്ല. പിന്നെ ഫുഡ് പൊട്ടാറ്റ് കുറച്ച് നമ്മൾ കുക്ക് ചെയ്തിരുന്നു. നമ്മൾ മിക്കവാറും കേവൊക്കെ കയറേണ്ടി വരും. സോ ഗൈസ് നമുക്ക് ഏതായാലും കേവൊക്കെ ഒന്ന് പോയേക്കാം. കേവ് പോകാതെ ഒരു നിവൃത്തിയില്ല. അവിടെ അയങ്കോളം ഇവിടെ ഉണ്ട്. ഞാൻ പോയി ഡീസ്പോൺ ആവില്ലല്ലോ. അയങ്കോളം ഡീസ്പോൺ ആവില്ലല്ലോ. ചാവാന്നല്ലാതെ ഡീസ്പോൺ ആയില്ലല്ലോ. സോ ഏതായാലും നമുക്ക് ഈ ലൂട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഡയറക്റ്റ് കയറി വെക്കാം. ടോർച്ചില്ല വരുമ്പോൾ കുറച്ച് ടോർച്ച് ഒപ്പിച്ചാട്ടെ. ഇങ്ങോട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് കയറി നോക്കാം. സോ ഗൈസ് അവിടെ ഒരു കേവ് ഞാൻ കണ്ടിരിക്കുന്നത്. കുറച്ച് അത്യാവശ്യം ലോങ് ആണ്. ഫുള്ള് എൻ്റർമാൻ. അയ്യോ അങ്ങോട്ട് നോക്കി നമ്മൾ ചാവും. ജസ്റ്റ് നമ്മൾ അടിയിൽ വിടും. നമുക്ക് ഇവിടെ എവിടെയും സേഫായി നിൽക്കാം. അവിടെ കുറച്ച് മീറ്റുണ്ട്. സോ അവിടേക്ക് ഇറങ്ങിയാൽ എന്തായാലും ഞാൻ ചാവും. നമുക്കിവിടെ റീസ്പോൺസ് സെറ്റ് ചെയ്യാം. നമ്മളെ വീട് ആ ഭാഗത്തേക്കാണ്. ഇപ്പം തന്നെ സോംബീസിൻ്റെ കരച്ചിലും കാര്യങ്ങളും നല്ല ബുദ്ധി വെക്കാം. സോ അവിടെ നിന്ന് ഇട്ടു. നമുക്ക് ഏതായാലും ചാവട്ടെ വെച്ചിട്ട് കയറാം. പക്ഷെ അവിടെ എൻ്റർമാൻ ഉണ്ട്. കുറച്ച് മാറിയിട്ട് കുറച്ച് അവിടേക്ക് പോയിട്ട് വരാം. എന്നാലും അറ്റങ്ങൾ ഡീസ്പോൺ ആവുള്ളൂ. പിന്നെ ഹാർഡാണ് അറിയാമല്ലോ. പിന്നെ അവിടെ നോക്കി കേവിൻ്റെ ഉള്ളിലൊക്കെ ഡേറ്റ് സ്പോൺ ആയിക്കണത്. നമ്മളെ ഹീലിലെ ഡേറ്റ് സ്പോൺ ആയിക്കണത്. അവിടെയാണ് വില്ലേജർ. ഇവിടെ ഒരു ഇതുള്ള ഞാൻ ഇപ്പോൾ ആദ്യമായിട്ട് കാണാം. സോ ഏതായാലും നമുക്ക് ഈ ഒരു കേവ് കയറി വെക്കാം. ഇവിടെയൊക്കെ ലൈറ്റ് ചെയ്ത് പോവാം. ആകെ 24 ടോർച്ചും കൊണ്ടാണ് വരുന്നത്. അത്രേ ഉള്ളൂ. അത്ര കൂടുതൽ കിട്ടിയിട്ടുള്ളൂ. സോ ഏതായാലും നമുക്ക് ഫസ്റ്റ് ഈ സ്കെൽറ്റിനെ കൊല്ലാൻ ഇതിൻ്റെ അടുത്ത് ഇതില്ല. ഒരു കൂളത്ത് ഒരു അയണിൻ്റെ വീട്ടിലുണ്ട്. അവിടുന്ന് നമുക്കത് സ്മെൽറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഇതെടുത്തിട്ട് അതിനെ നമുക്ക് അതെടുത്താണ്ട് നമുക്ക് ഒരു ഇതുണ്ടാക്കി വരാം. ഷീൽഡിനാക്കി വരാം. എന്നാൽ നമുക്ക് ഇഷ്യങ്ങളൊക്കെ മാക്സിമം ഇത് ചെയ്യാം. ഇപ്പോൾ സോ ഞാൻ എടുത്തിട്ട് വരാം. നമ്മൾ അന്വേഷിച്ച് വന്ന സാധനം ഇവിടെ കൊടുങ്ങി കിടക്കുക. നമുക്ക് ഏതായാലും ഊമ്പി ഗായ്സ് ചത്ത്. ഈ ലൊക്കേഷനോടാണ്. നമ്മളിവിടെ റീസ്പോൺസ് ചെയ്തില്ലേ? സീല്ല അവിടെ നമ്മൾ റൂട്ട് വന്നിട്ട് ലെവല് പോയി. അത് ഇങ്ങനെ അടിക്കാൻ വരുമോ? ഇല്ലല്ലേ. അതിൻ്റെ വരുത്ത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ചത്ത് കഴിഞ്ഞാൽ അത് മറക്കേണ്ടതല്ലേ. നിങ്ങൾക്കറിയില്ല ഹാർഡിൽ എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഹാർഡിൽ. ഏതായാലും നമുക്ക് പോകണം. എന്തായാലും കൊല്ലണമല്ലോ. നമ്മളടുത്ത് ഒരു മാങ്ങാത്തൊലില്ല. ഏതായാലും നമുക്ക് ഇങ്ങനെ കൊല്ലാം. നമ്മളടുത്ത് ബിൽഡിംഗ് ബ്ലോക്സ് വെച്ചിട്ട് മുന്നിലെക്കട്ടെ. ഡേറ്റ് മുന്നിലെക്കാം.
ഇവിടെയുള്ള ഇത് പൊട്ടിച്ച് മാറ്റാം. സോഡ എടുക്കുക, അടിക്കുക അടിക്കുക അടിക്കുക. പേടിയാവുന്നുണ്ട്, വീട്ടാക്ക് അടിക്കുക. അയ്യോ 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 അയ്യോ. സോ ഏതായാലും ജസ്റ്റ് ഒന്ന് ചാടി അവൻ്റെ തൊള്ളയിൽ കയറി കൊടുത്തു. വീഡിയോ ലോങ് ആവട്ട്, ഫാസ്റ്റ് ആക്കട ഫൈമേ. സോ ഗൈസ്, എൻ്റെ പേര് ഞാൻ പറയാൻ പറഞ്ഞു. എൻ്റെ പേരാണ് ഫഹീം. സോ ഏതായാലും ഇതിൽ നമ്മൾ അവനെ കൊല്ലു. സോഡോടെ റൂട്ടൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഇവിടെ ഇല്ലേനോ നീ ചത്താ? അയൻകോളം റീസ്പോൺ ആവില്ലല്ലോ. വീട്ടാക്കെ ഇല്ല ഇല്ല ഇല്ല, എനിക്ക് അയം കിട്ടിയില്ല. പിന്നെ ഞാൻ അവനെ കൊല്ലാനുള്ള ഡാമേജും കൊടുത്തില്ല. അവൾക്ക് ഫുൾ ഹെൽത്ത് ഉണ്ടാവും. ഞാൻ 2 അടിറ്റ് കൊടുത്തിട്ടുള്ളൂ. ഷോനെ പെടുന്ന അതാ. അയ്യോ, ഇതിൽ ഹെൽത്ത് എന്നിട്ട് അടിക്കാമെന്നുള്ള ഒരു ഇതിൽ. വാ 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 വാ. സേഫ്റ്റിക്ക് 5 എണ്ണം കയറിയിരുന്നു. 5 എണ്ണം ആകുമ്പോൾ നഷ്ട കാര്യമില്ല. 3 എണ്ണം അടിച്ചാലോ. സോ 2 പ്രാവശ്യമാണ് എനിക്ക് കൊല്ലുന്നത്. ആഹാ, പിന്നെ ഓരോരുത്തർ കൊല്ലുമ്പോഴുള്ള ഫീലിംഗ് ആണ്. ഞാൻ അതുകൊണ്ട് മാത്രമാണ് ഭയങ്കര കളിക്കുന്നത്. നമുക്ക് 3 അയം കിട്ടി, 5 അയം കിട്ടി. 5 അയാണ്. 5 അയാണ്. സോ നമ്മൾ ആവശ്യമാണ്. നമുക്കിനി മൈനിങ്ങിന് കയറണ്ട. നമ്മൾ ഈ ആട് വെച്ചാണ്ട് മൈനിങ്ങിന് കയറിയാൽ പെടാപ്പെട വിടും. സോ എനിക്കൊന്ന് പണിഞ്ഞ ഈ പണിയില്ലാത്ത ഇറ്റിങ്ങളെ വേഗം കൊണ്ടുപോകാൻ നോക്കാം. അതാകുമ്പോൾ അഥവാ ഇനി എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ പണിയിട്ട് കൊടുത്താൽ ഇങ്ങോട്ട് ലിങ്ക് ആവില്ല. സോ ഒരു 150 മീറ്റർ അപ്പുറത്താവൂലേ നമ്മളെ വില്ലേജിൻ്റെ അപ്പുറത്താവൂലേ നമ്മളെ നെക്സ്റ്റ് ഉണ്ടാക്കണം. നമുക്ക് ഏതായാലും നോക്കാം. അങ്ങോട്ട് റീഡാവാൻ നോക്കാം. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. സോ ഏതായാലും നമുക്ക് ഫസ്റ്റ് പോയിട്ട് നമ്മളെ ബക്കറ്റ് ഗ്രാഫ്റ്റ് ചെയ്യട്ടെ. ബക്കറ്റ് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് കുറച്ച് വെള്ളം എടുത്താണ്ട് ഞാൻ ഇതാ വരുന്നത്. ഞാനിങ്ങ് എത്തി ഗൈസ്. അപ്പോൾ ഏതായാലും നമ്മൾ വെള്ളം ഇവിടെ നമുക്ക് കറക്റ്റ് സെൻറ്ററിൽ നിന്ന് വരാൻ നമ്മൾ 8 ബ്ലോക്കാണ് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ നമ്മൾ സെൻറ്റർ നമുക്ക് കണ്ടുപിടിക്കാനില്ല. നമ്മൾ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ 2 എണ്ണത്തിന് വയ്ക്കേണ്ടി വരും. അത് ബോറാവും. പിന്നെ അല്ലെങ്കിൽ ഇതൊരു ചെറിയൊരു ഇതാണ് നമ്മൾ ഉണ്ടാക്കി കിട്ടുകയും. സോ നമ്മൾ ഇവിടെയുള്ള ബിൽഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേന് ഇവിടെ വില്ലേജസ് ആയാൽ മതി. കുറച്ച് സ്ലോ എടുത്താലും ടൈം എടുത്താലും കുഴപ്പമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ഇവിടെ ഒന്ന് ആഫ്ക്ക് തന്നോളാം. അപ്പോൾ സോ ഇവിടെ ഫുഡ് നേരത്തെ എന്തോ മണ്ടത്തരത്തിലാണ് ഇവിടെ ഫുള്ള് പാകാക്കി. ഞാൻ അങ്ങനെ സംസാരിച്ചാണ്. പിന്നെ എന്താണ് എൻ്റെ മൈക്കിൻ്റെ ലിങ്ക്, പിന്നെ കീബോർഡ്, USB ഹബ്ബ്, അതിൻ്റെ ലിങ്കൊക്കെ വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കാം. കമൻറ്റ് ബോക്സിലല്ല, ഡിസ്ക്രിപ്ഷനിലാണ് കൊടുക്കാം. ഇത്ര മതിയല്ലേ എല്ലായിടത്തും റീൽ. അവിടെ 4, ഇവിടേക്ക് 3, ഇവിടേക്ക് 3, ഇവിടേക്ക് എത്ര ഉണ്ട്? 4. ഇത്ര മതി. സോ എൻ്റെ കുറച്ച് ഇതുണ്ട്. ഞാൻ അപ്പോൾ ഇങ്ങനെ തിരിച്ച് കയറാം. തൽക്കാലത്തിന് നമുക്ക് ഇവിടെ ഉള്ള സ്പൈഡർ മാത്രം. സ്പൈഡർ നമുക്ക് ഉണ്ടാക്കാനൊക്കെ ആവശ്യം. അപ്പോൾ തന്നെ എല്ലാം കരുതി വെച്ചാൽ നമുക്ക് ലാസ്റ്റ് കിട്ടുകാണ്ട് കുറച്ച് സേഫായി ഫ്രീ ആയിരുന്നു കളിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി എന്താ, നമുക്ക് പെട്ടെന്ന് ഒരു 10-15 എപ്പിസോഡാകുമ്പോൾ തന്നെ എൻ്റെ ഡ്രാഗനെ കൊല്ലാൻ പോകണം. ഇതിനിപ്പോൾ ഞാൻ അങ്ങോട്ട് ഞാൻ ഇപ്പോൾ ഇതിനെ അങ്ങോട്ട് വന്നേ. സോറി ഗൈസ്, മറന്നുപോയി. ഇവിടെ ഓക്കെ 29 എണ്ണം ഉണ്ട്. 2 എണ്ണം എൻ്റെ ഇൻവെൻട്രിയിലുണ്ട്. 31 സീഡ് ഉണ്ട്. നമുക്ക് ഇതവിടെ ഫസ്റ്റ് പോയി കുഴിച്ചിടണം. ഇതിന്നൊരു 10 എണ്ണം കുഴിച്ചിട്ടിട്ട് 20 എണ്ണം നമുക്ക് വില്ലേജസിന് കൊടുക്കാം. അപ്പോൾ അവരവിടെ കേട്ടോ. അവരുടെ അടുത്ത് 6
ബോക്സ് സെറ്റാണ് ഇൻവെൻ്ററിയിൽ ഉണ്ടാവുക. അത് ഫുള്ളായി വന്നാലിട്ടാണ് ഫുള്ളാവേണ്ട ആവശ്യമില്ലല്ലോ, ഫുള്ളാവേണ്ട ആവശ്യമില്ല തോന്നുന്നുണ്ട്. ഫുള്ളായി വന്നാലൊക്കെയാണ് ഇത് ഉണ്ടാക്കേണ്ടി വരിക. ഫുള്ളാവേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ഏതായാലും അല്ലെങ്കിൽ ഫുള്ള് നമുക്ക് ഇട്ടിട്ടാണ് വലിയ പ്രശ്നമില്ലല്ലോ. അത് വളരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ എടുത്ത് മാറ്റൂലേ. നോക്കാതെ എനിക്കറിയില്ല, ഞാൻ ഗൂഗിൾ ചെയ്തോട്ടെ. ഞാൻ മൈൻക്രാഫ്റ്റ് സുധിയണ്ണൻ്റെ വീഡിയോ കണ്ട് പിടിച്ചതാണ്. ഞാൻ എല്ലാവർക്കും വീഡിയോ മൈൻക്രാഫ്റ്റ് കളിക്കുന്ന എല്ലാവർക്കും പിടിച്ചു സുധിയണ്ണനെ. അതിനോട് കുറച്ച് പറഞ്ഞു. എനിക്കൊരു PC വാങ്ങാനുള്ളൊരു ചെറിയൊരു പ്ലാൻ ഉണ്ട്. നല്ലൊരു ഇതൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് നിങ്ങൾ PC ഒക്കെ വാങ്ങേണ്ടതുണ്ടെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരിക്കലും വാങ്ങരുത്. ഞാൻ ഒരു ദിവസമല്ല ഒരു പ്രാവശ്യം വാങ്ങിപ്പെട്ടതാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, വാങ്ങുകയാണെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങരുത്. ഞാൻ 10-15 വാങ്ങി. പക്ഷേ മൈൻക്രാഫ്റ്റ് ഒരു ഷെയർ ആഡ് ചെയ്താൽ മതി. എപ്പോഴാണ് അതിൻ്റെ ഒരു പവർ നിങ്ങൾ കാണാൻ പോകുന്നത്. ഏതായാലും എൻ്റെ അടുത്ത് ബോക്സിൽ കുറച്ച് സീഡ് ഉണ്ടെങ്കിൽ അതും കൊണ്ട് വെച്ചിട്ട് നമ്മൾ ഇനി ഏതായാലും ഇവിടെ വില്ലേജസിന് എത്തിക്കണം. വില്ലേജസിന് എത്തിക്കാനുള്ള കുറച്ച് ടാസ്ക് പരിപാടിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാത്തൊരു മോബാണ് ഗൈസ് വില്ലേജ് മൈൻക്രാഫ്റ്റ്. പിന്നെ നമ്മളെ ബെഡ് വെച്ച് കൊണ്ടുവരാൻ ചോദിച്ചാൽ അത് നടക്കില്ല. നമുക്ക് ഇതിൽ കൂടെ എങ്ങനെയെങ്കിലും ബോട്ടിൽ കൊണ്ടുവരേണ്ടി വരും. ബെഡ് വെച്ച് കൊണ്ടുവരുമ്പോൾ അവിടെ ചിലപ്പോൾ നിങ്ങൾ കണക്റ്റ് ആയെന്നുണ്ടെങ്കിൽ നടക്കുന്നൊന്നുമില്ല. ഏതായാലും ഒരു 50 ബ്ലോക്കിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ഗൈസ് ഞാൻ ഏതായാലും അവിടുത്തെ വില്ലേജ് എടുത്താണ്ട് നമുക്ക് ഇവിടെ എത്തിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. സോ ഗൈസ് നമ്മളിതാ 2 വില്ലേജസിന് എത്തി തോനെ കഷ്ടപ്പെട്ട് വില്ലേജസ് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ 14 ദിവസമായി. ഈ ലീസ് കിട്ടാനും വേണ്ടിയിട്ടാണ് കഷ്ടപ്പെട്ടത്. ഞാൻ മറ്റേ സാധനം സ്പോൺ ആവണവരെ കുറച്ച് വെയിറ്റ് ചെയ്ത് പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കുറച്ച് സമയം കളഞ്ഞ് അങ്ങനെ വെയിറ്റ് ചെയ്ത് പിന്നെ ഇത് കുറച്ച് അധികം ചെറുതായ പോലെ തോന്നുന്നുണ്ട്. അധികമല്ല, ഒരു ബ്ലോക്കും കൂടി നീട്ടണേ. ഇനി ഒരു ബ്ലോക്ക് അങ്ങോട്ടും ഒരു ബ്ലോക്ക് അങ്ങോട്ടും കൂട്ടണേ. ഇനി ഇന്നലെ കറക്റ്റാവുള്ളൂ. പക്ഷെ കുഴപ്പമില്ല. നമുക്ക് ഈ വില്ലേജസിന് നേരെ നെതർക്കും ഉണ്ടാവാം. വില്ലേജസിനെ നെതർ കൊണ്ടുപോയിട്ട് അവിടുന്ന് ട്രേഡിങ്ങൾ ഉണ്ടാക്കാം. എന്നിട്ട് ഫസ്റ്റ് നമുക്കൊരു ഗോൾഡ് ഫാം വേണം. ഗോൾഡ് ഫാം വേണം, പിന്നെ ഒരു അയൺ ഫാം വേണം. ഗോൾഡ് ഫാമും അയൺ ഫാമും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വില്ലേജസിനൊക്കെ ഡയമണ്ട് ആർമറൊക്കെ ആയിട്ട് ട്രൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഫസ്റ്റ് നമുക്ക് എന്നാൽ ഗോൾഡ് ഫാം അല്ലെങ്കിൽ ഒരു അയൺ ഫാം ഉണ്ടാക്കാം. സോ ഐസ് ഇന്നത്തെ എപ്പിസോഡ് ഇത്ര ഉള്ളൂ. ഐസ് നമ്മളെന്ത് ചെയ്യുക, നമ്മളെ വില്ലേജ് ഫാം ഉണ്ടാക്കി കഴിഞ്ഞ്. അപ്പോൾ ഏതായാലും നമ്മൾ മറ്റൊരു എപ്പിസോഡ് കഴിഞ്ഞിട്ട് വീണ്ടും കാണാൻ കഴിയും. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡ് കിട്ടില്ല എപ്പിസോഡാവും. നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ മൈനിങ്ങിന് പോകും, ഡയമണ്ടൊക്കെ കണ്ടുപിടിക്കും. സോ ഉറപ്പുള്ളൊരു കാര്യമാണ്. സോ നമ്മളെന്ത് ചെയ്യും, കേവൊക്കെ ഇറങ്ങൂല, മിക്കവാറും നമ്മൾ കുഴിച്ച് പോകുന്നതായിരിക്കും. അതാണ് കുറച്ചും കൂടി സേഫ്. ഹാർഡാണ്, നമുക്ക് ഇതുവരെ ഞാൻ കളിക്കാത്തൊരു ഗെയിമാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൾട്ടിപ്ലെയറും കളിക്കാൻ താല്പര്യമുള്ളവരെ മാക്സിമം കമൻറ്റ് ചെയ്യാം. സോ ഏതായാലും ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. നമ്പർ 3ക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. സോ പിന്നെ വിഷം കാണാം.